പുതുവത്സര സമ്മാനമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്ററുള്ള 6 വരിപ്പാത പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് കിട്ടുന്നു. 95% പൂർത്തീകരിച്ച് ജനങ്ങളുടെ കൈവെള്ളയിലേക്ക് വെച്ച് തരും എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ദേശീയപാതയെ കാണുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ഒരു ട്രക്ക് പുറപ്പെട്ടാൽ അത് കോഴിക്കോടേക്ക് എത്താൻ ഇനി 5-6 മണിക്കൂർ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിവേഗം മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഒരു നാടായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. സുരക്ഷിതമായ യാത്ര എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇൻ അഡ്വാൻസ് നമ്മൾ നേരുകയാണ്. നമ്മളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ നമ്മൾക്കൊപ്പം അഷ്കറുണ്ട്. പാണമ്പ്ര വളവിൽ നിൽക്കുന്ന അഷ്കർ. പാണമ്പ്ര വളവ് നിവർന്നപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസമായി എന്ന് എനിക്കറിയാം. അഷ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സ്ട്രെച്ചിൽ മുഴുവൻ നമ്മൾ ചില ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. മിന്നൽ വേഗത്തിലാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. അഷ്കർ സൂക്ഷിച്ച് നിൽക്കണം. അവിടെ എനിക്ക് തോന്നുന്നു 60, 70, 80 കത്തിച്ചു വിടുന്നുണ്ട് വാഹനങ്ങൾ. അരുൺ, തീർച്ചയായും അത്യാവശ്യം നല്ല വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണല്ലോ. ഒരുപക്ഷെ അത്തരം സാധ്യത കൂടി വന്നപ്പോൾ സ്വാഭാവികമായും യാത്രികർക്ക് അത് നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ. നമ്മൾ റോഡിനോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ വലിയ തോതിലുള്ള വാഹനത്തിന് തിരക്കൊന്നും ഈ ഘട്ടത്തിലില്ല. കാരണം വിശാലമായ റോഡാണ്. അത് വേഗത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു ഗതാഗത സ്തംഭനമില്ലാതെ തിരക്കില്ലാതെ തന്നെ കടന്നു പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയൊരു വാഹനത്തിന് തിരക്ക് നമുക്ക് ഈ റോഡിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. പിന്നെ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾ കൂടി വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ പക്ഷേ മലപ്പുറം ജില്ലയിൽ ഈ റീച്ചായിരിക്കും. പക്ഷേ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള ഈ റീച്ചായിരിക്കും ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ആദ്യം തുറന്നു കൊടുക്കുക. കാരണം അന്തിമ ഘട്ടത്തിലാണ് ഇവിടെയുള്ളത്. ഏകദേശം 90% പ്രവൃത്തികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. സർവീസ് റോഡുകളുടെയും ചില പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന ഈ പാണമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകളാണ്. അല്ലെങ്കിൽ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി പാണമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകൾ വലിയ തോതിൽ കയറ്റിറക്കങ്ങളും വലിയ വളവുകളും ഉണ്ടായിരുന്ന റോഡായിരുന്നു. സ്ഥിരമായ അപകടം നടക്കുന്ന മേഖലയായിരുന്നു. അങ്ങനെയാണ് 2012 മാർച്ച് 10 ജഗതി ശ്രീകുമാർ ഉൾപ്പെടെ സിനിമാ നടൻ ജഗതി ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർച്ചയായുള്ള അപകടങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ നാട്ടുകാരുടെ ഉറക്കം പോലും കെടുത്തിരുന്നു എന്നുള്ളതാണ്. 50 വർഷം കൊണ്ട് 52ഓളം ആളുകളുടെ ജീവൻ ഈ പാണമ്പ്ര വളവ് മാത്രം എടുത്തിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിന്നുള്ള കണക്കിൽ നിന്ന് മാറിപ്പോൾ അപകടമില്ലാത്തൊരു യാത്രയിലേക്ക്, ആശങ്കകളില്ലാത്തൊരു യാത്രയിലേക്ക് ഈ പാണമ്പ്ര വഴിമാറിയിരിക്കുന്നു. സമാനമായ രീതിയിൽ ഈ ഭാഗങ്ങളിൽ മുഴുവൻ അത്തരമൊരു വളവ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോലും ഉണ്ടായിരുന്ന വലിയൊരു കൺഫ്യൂഷൻ. അന്ന് അപകടം നടന്ന സ്പോട്ട് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ആ രീതിയിൽ ഈ ഭാഗമാകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങൾ നോക്കിയിട്ടാണ് അന്ന് അപകടം നടന്ന സ്ഥലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ ഈ റോഡിൻ്റെ രൂപം തന്നെ, ഈ പ്രദേശത്തിൻ്റെ രൂപഘടന തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും അതിവിശാലമായ യാത്രയ്ക്ക് വേണ്ടി NH 66 6 പേര് ദേശീയപാതയായി തന്നെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു അഷ്കർ അലി കരിമ്പ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതയുടെ 45 മീറ്ററിലുള്ള ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV പ്രേക്ഷകർക്ക് നൽകുകയാണ്. ഓരോ സ്ഥലത്തെയും മാറ്റം എന്താണ് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. വലിയ മാറ്റം വരാൻ പോകുന്നു. അതിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ 60,000 കോടി രൂപയുടെ ധനസഹായമുണ്ട്. ആ പദ്ധതി വളരെ വേഗത്തിൽ നമുക്ക് നൽകിയ നിതിൻ ഗഡ്കരിയുടെ വലിയ എഫേർട്ട് അതിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന നമ്മൾ ഈ സമയത്ത് എടുത്തു തന്നെ പറയണം. ഒപ്പം നിശ്ചയദാർഢ്യത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ സർക്കാരുണ്ട്. ഇതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷവുമുണ്ട് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്ററിൽ 6 വരി പാത അങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പാണ്. ഒരുപക്ഷെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജഗതി ഇപ്പോഴും മിന്നിത്തിളങ്ങി നിന്നേനെ. ഇപ്പോഴും നമ്മളുടെ ഒപ്പമൊക്കെ എത്രയോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചേനെ അല്ലേ. ആ പാണമ്പ്ര വളവിൽ ആ വളവൊന്ന് നിവർന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ മനുഷ്യന് സുഖമായിട്ട് ഇപ്പോഴും സിനിമയിലേക്ക് അഭിനയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ റോഡപകടങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജഗതി ശ്രീകുമാർ മാറി. ആ പാണമ്പ്ര വളവ് ഇന്ന് പൂർണ്ണമായിട്ടും നിവർന്നിരിക്കുന്നു. അങ്ങനെ വളവുകൾ നിവരട്ടെ, മിന്നൽ വേഗത്തിൽ പോകട്ടെ. പക്ഷേ ഇടയ്ക്കിടെ ബ്രേക്ക് ഇടാൻ മറക്കരുത്. അമിത വേഗത അപകടത്തിന് കാരണമാവും.